Hi dears, welcome to A Dream BCom exam special session of Business Law. Business Law എന്ന് നമ്മൾക്ക് പറയുന്ന ആ സബ്ജക്റ്റില് നമ്മൾക്കറിയാം നമ്മൾ ഡീൽ ചെയ്യുന്നത് വിവിധ തരം നിയമങ്ങളെ കുറിച്ചാണ്. ഈ നിയമങ്ങളുടെ സവിശേഷത ദേ വിൽ അഫക്റ്റ് അവർ ബിസിനസ് ആക്ടിവിറ്റീസ്. വിവിധ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ബിസിനസ് ഇടപാടുകളുടെയും ബാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പൊ ബിസിനസ് ലോ ആൻഡ് കൊമേഴ്സ്യൽ ലോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് സിവിൽ ലോ ആണ്. ഇത് ക്രിമിനൽ ലോ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല, സിവിൽ ലോ പ്രൊവിഷൻസ് ഉള്ളതാണ്. അപ്പൊ ലോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ സെക്ഷൻസോട് കൂടിയാണ് പഠിക്കുക. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു എന്താണ് കോൺട്രാക്ട്, ഡിഫൈൻ കോൺട്രാക്ട് എന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ നൽകുന്ന സമയത്ത് സെക്ഷൻ അറിയുമെങ്കിൽ കൃത്യമായി എഴുതണം. അതല്ല അറിയില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യരുത്. നമ്മൾ ലൈവ് ക്ലാസ്സിലും റെക്കോർഡ് ക്ലാസ്സിലും ഒക്കെ പറഞ്ഞതാണ്, സെക്ഷൻ എഴുതിയാൽ നമ്മൾക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തെറ്റി എഴുതിയാൽ ഉള്ള മാർക്ക് കൂടി പോവാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പൊ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓർമ്മിക്കാനുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞിരുന്നു. സെക്ഷൻ 10 ആണ്, അതിൽ 10 പോയിന്റ്സുമാണ് വരുന്നത് എന്നൊക്കെ. അങ്ങനെ അറിയാവുന്ന സെക്ഷനുകൾ നിങ്ങൾ കോട്ട് ചെയ്ത് എഴുതുക. അറിയില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ അറിയാവുന്ന കാര്യം, കണ്ടന്റ് എന്താണോ അത് എഴുതാം. അപ്പോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഈ വീഡിയോസിൽ നമ്മൾ ഒരു അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. മൊത്തം സബ്ജക്റ്റിനെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കൃത്യമായി ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന നോട്ട്സ് ഒക്കെ റെഫർ ചെയ്യണം. റെക്കോർഡഡ് ക്ലാസ്സുകൾ മാക്സിമം കാണാൻ ശ്രമിക്കണം. ദെൻ ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുകയും ചെയ്യാം. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക, വാട്ട് ഡു യു മീൻ ബൈ എ വാലിഡ് കോൺട്രാക്ട് ഓർ ഡിഫൈൻ എ കോൺട്രാക്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് എസെൻഷ്യൽസ് എന്നായിരിക്കും. അപ്പൊ ആദ്യം എന്താണ് കോൺട്രാക്ട് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ദെൻ അതിന്റെ താഴെ നമ്മുടെ സെക്ഷൻ 10 പറയുന്ന എസെൻഷ്യൽ എലമെന്റ്സ്. അപ്പൊ കോൺട്രാക്റ്റിന് നമ്മൾ ഒരുപാട് ഡെഫിനേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റിൽ ആക്ടിൽ പറയുന്ന ഡെഫിനേഷനും പഠിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് മീൻസ് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അത്രയും സിമ്പിൾ ആണ് ഡെഫിനിഷൻ. അപ്പോ എന്താണ് കോൺട്രാക്ട് എന്ന് എഴുതാം. അതിൽ 2 പാർട്ടീസ് വേണം, നമ്മൾക്കറിയുന്നതാണ്, ഒരു കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും. ഇനി ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കി നോക്കൂ, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്നുള്ളതാണ്. അപ്പൊ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൃത്യമായി എന്തൊക്കെയാണ് അതിന് വരുന്ന എലമെന്റ്സ് സെക്ഷൻ 10 പറഞ്ഞുള്ളത്. ഏറ്റവും ആദ്യം എന്താ പറയുന്നത്, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. നമ്മൾക്ക് ഒരു വാലിഡ് കോൺട്രാക്ട് ആവണമെങ്കിൽ അവിടെ ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറും ആക്സെപ്റ്റൻസും വേണം. ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് എന്താണ് എന്ന് പറയാൻ കഴിയുള്ളൂ. വാലിഡ് കോൺട്രാക്ട്. അതാണ്, വെറും ഒരു കോൺട്രാക്ട് എന്നല്ല ചോദിച്ചിട്ടുള്ളത്, വാലിഡ് കോൺട്രാക്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ്, കോടതിക്ക് മുന്നിൽ വില കിട്ടുന്ന കോൺട്രാക്ട് ആണ് വാലിഡ് കോൺട്രാക്ട്. അപ്പൊ നിയമപ്രകാരം പറയാൻ കഴിയുന്ന, ലീഗലി പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഓഫർ, എന്താണ് ആക്സെപ്റ്റൻസ്, നിങ്ങൾക്ക് ഓർമ്മ വേണം. നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് പറയുമ്പോൾ അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സ് കൂടെ നിങ്ങൾ ഓർമ്മിക്കുക. ഒരാൾ വേറൊരാളോട് നൽകുന്ന ഓഫറുകൾ എല്ലാം നിയമത്തിന് മുന്നിൽ വാലിഡിറ്റി കിട്ടുന്നതല്ല. മിയർ സോഷ്യൽ ഇൻവിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഓഫറും ആക്സെപ്റ്റൻസും ഒന്നും നമ്മൾക്ക് കോടതിയിലേക്ക് കേസിന് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അപ്പൊ ലീഗലി വാലിഡ് ആയിട്ടുള്ള ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ ലോഫുൾ കൺസിഡറേഷൻ വേണം. നിയമപ്രകാരം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രതിഫലമായിരിക്കണം ലോഫുൾ കോൺട്രാക്റ്റിൽ നൽകിയിട്ടുണ്ടാവേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ്, നീ എനിക്ക് നിന്റെ വീട്
എനിക്ക് തരുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ ശരി വീട് വിൽക്കാൻ തയ്യാറാവാണ്. അപ്പൊ നമ്മൾ അവർക്കൊരു ഓഫർ കൊടുക്കുകയാണ്, നിന്റെ വീട് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനൊരു 45 ലക്ഷം രൂപയുടെ കള്ളനോട്ട് നിനക്ക് തരാം, ബ്ലാക്ക് മണി, നീ അത് വൈറ്റ് മണി ആക്കിക്കോ. ആ രീതിയിലുള്ള കൺസിഡറേഷൻ ഒന്നും ലീഗലി വാലിഡ് അല്ല. അപ്പൊ നിയമപ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള കൺസിഡറേഷൻസ് ഉള്ള കോൺട്രാക്ട് ഒന്നും വാലിഡ് കോൺട്രാക്ട് അല്ല. അപ്പൊ കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ എല്ലായ്പ്പോഴും ലോഫുൾ ആയിരിക്കണം. ദെൻ കോമ്പീറ്റന്റ് പാർട്ടീസ്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ടുപേരും, കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്ട് രണ്ടുപേരും എന്തായിരിക്കണം? കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് ആണ്. അപ്പൊ ആ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വേണം. ആരൊക്കെയാണ് ലീഗലി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ യോഗ്യതയുള്ള ആളുകള്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള ആളുകൾ എന്ന് പറഞ്ഞല്ല നമ്മൾ പഠിക്കുന്നത്. ആരൊക്കെയാണ് ഇൻകോമ്പീറ്റന്റ്, യോഗ്യതയില്ലാത്ത ആളുകൾ ആരൊക്കെയാണ്? മൈനേഴ്സ്, അതുപോലെ തന്നെ ടോക്സിക്കേറ്റഡ് പേഴ്സൺസ്, കൺവിക്റ്റുകള്, അങ്ങനെ കുറെ സ്പെഷ്യൽ കാറ്റഗറി ആളുകളെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർക്കൊന്നും എന്തില്ല? നിയമപ്രകാരം കരാറുകളിൽ ഏർപ്പെടാനുള്ള അവകാശമില്ല. അപ്പോ അങ്ങനെയുള്ള ആളുകൾ രൂപീകരിക്കുന്ന കോൺട്രാക്ട് ഒന്നും വാലിഡ് കോൺട്രാക്ട് ആവില്ല. സൗണ്ട് മൈൻഡുള്ള മേജർ ആയിട്ടുള്ള ആളുകൾ രൂപീകരിക്കുന്ന, ലീഗലി ഡിസ്ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ രൂപീകരിക്കുന്ന കോൺട്രാക്ട് മാത്രമേ വാലിഡ് കോൺട്രാക്ട് ആവുള്ളൂ. പിന്നെ പറയുന്നത് എന്താ? ഫ്രീ കൺസെന്റ് ആണ്. കോൺട്രാക്റ്റില് ഓഫർ നൽകുന്ന ആളിന് ഒരു ഓഫർ കൊടുക്കും, അത് ആക്സെപ്റ്റർ സ്വീകരിക്കണം, എനിക്ക് സമ്മതമാണ് ഇതിന് എന്ന് പറയണം. അത് ഫ്രീ കൺസെന്റ് ആയിരിക്കണം, സ്വതന്ത്ര സമ്മതമായിരിക്കണം. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സ്വതന്ത്ര സമ്മതം ഇല്ലാത്തത്? കൺസെന്റ് അണ്ടർ കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്. പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ഒന്ന് സമ്മതം നേടിയെടുത്തു കഴിഞ്ഞാൽ ലീഗലി വാലിഡ് കോൺട്രാക്ട് ആവില്ല. പകരം രണ്ടുപേരും സ്വതന്ത്രമായ മനസ്സോടുകൂടി സമ്മതിച്ചാൽ മാത്രമേ ഒരു കോൺട്രാക്ട് വാലിഡ് ആയി മാറുന്നുള്ളൂ. പിന്നെ വരുന്നത് ഏതാ? ലോഫുൾ ഒബ്ജക്റ്റ്. നമ്മൾ ഒരു കരാറ് രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നിയമപ്രകാരം പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരാളെ കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നിയമത്തിന് മുന്നിൽ വാലിഡിറ്റി കിട്ടില്ല. നിയമപ്രകാരം വാലിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റോട് കൂടിയ കരാറുകൾക്ക് മാത്രമേ വാലിഡ് കോൺട്രാക്ട് എന്നുള്ള സ്റ്റാറ്റസ് കിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഏതാ? സെർട്ടനിറ്റി ആണ്. പെർഫോമൻസ്, അല്ലെങ്കിൽ നമ്മൾ ആ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ, അതിന്റെ സബ്ജക്ട് മാറ്റർ ഒക്കെ സെർട്ടൻ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. കൃത്യമായിട്ടുള്ള, ഇപ്പോ നിനക്ക് ഞാൻ എന്റെ കുതിരയെ 10,000-നോ 15,000-നോ തരാം, അവിടെ സെർട്ടനിറ്റി ഓഫ് പ്രൈസ് ഉണ്ടോ? 10,000-നോ 15,000-നോ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഉള്ള എഗ്രിമെന്റുകളൊന്നും എന്താവില്ല? കോൺട്രാക്ട് ആവില്ല. പിന്നെ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് അത് പോസിബിൾ ആണോ ഇമ്പോസിബിൾ ആണോ എന്ന് നോക്കണം. ഇമ്പോസിബിൾ ആയിട്ടുള്ള അൺസർട്ടൻ ഇവന്റ്സിന് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആക്ടിവിറ്റിക്കൊക്കെ ചില ആളുകൾ കരാറിൽ ഏർപ്പെടും. അപ്പൊ നമ്മളോട് പറയാണ് 1,00,000 രൂപ തന്നാൽ ഞാൻ ഒരു നിധി കണ്ടുപിടിച്ച് തരാം. നമ്മൾ 1,00,000 രൂപ കൊടുത്തു, അയാൾ നിധി കണ്ടുപിടിച്ച് തന്നില്ല, നമ്മൾക്ക് കേസിന് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇമ്പോസിബിൾ ആക്ടിന് വേണ്ടി നമ്മൾ ഒരിക്കലും കരാറുകൾ രൂപീകരിക്കരുത്. അപ്പോ നമ്മൾക്ക് ഓർമ്മ വേണം, ഇമ്പോസിബിലിറ്റി 2 തരത്തിലുണ്ട്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, സൂപ്പർവെല്ലിംഗ് ഇമ്പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ വരുന്നത് എന്താ? കോൺട്രാക്റ്റുകളൊന്നും എന്താവാൻ പാടില്ല? നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലയർഡ് ആസ് വോയിഡ്. ചില കരാറുകൾ നിയമത്തിന് മുന്നിൽ വിലയില്ലാത്തതാണ് എന്ന് നമ്മളുടെ നിയമങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കരാറുകൾക്കൊന്നും എന്തില്ല? ലീഗൽ വാലിഡിറ്റി ഇല്ല. അപ്പൊ ലീഗൽ കൺസിഡറേഷൻസ്, എന്തൊക്കെ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണോ നമ്മൾ ഒരു കരാറിന് വേണമെന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്, ആ എസെൻഷ്യൽ എലമെന്റ്സ് എല്ലാം ഉള്ള കോൺട്രാക്റ്റിനെ ലീഗൽ വാലിഡിറ്റി ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടോപ്പിക് എന്താ വരുന്നത്? മൈനർ ആൻഡ് നെസസറീസ്.
അതായത് ഒരു മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അതേപോലെ തന്നെ അവരുടെ പ്രൊവിഷൻസ്, ഇപ്പൊ നമ്മൾ അവരിലേക്ക് അവരുടെ നിയമപ്രകാരമുള്ള കോൺട്രാക്ച്വൽ കപ്പാസിറ്റി എങ്ങനെയാണ് വരുന്നത്, അതുപോലെ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആണ്. നമ്മളിപ്പോ അറിയാം സ്പെഷ്യൽ കാറ്റഗറിയാണ് മൈനർ. മൈനർ എന്ന് പറഞ്ഞാൽ ആരാ, 18 ഇയേഴ്സ് ഓഫ് ഏജ് കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾ നോർമൽ കേസില്. അതല്ല ബാഡ്സ് ആക്ടിന് കീഴിലൊക്കെ സംരക്ഷിക്കപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 21 വയസ്സാവണം, അപ്പോഴാണ് മേജർ ആവുള്ളൂ. അപ്പൊ മൈനർമാരുമായി നമ്മൾ കരാറിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർമലി മൈനേഴ്സ് പാർട്ടിസിപ്പൻസ് ആയി വരുന്ന എഗ്രിമെന്റുകൾക്ക് ലീഗൽ വാലിഡിറ്റി ഇല്ല. പക്ഷെ മൈനർക്ക് വേണമെങ്കിൽ പാർട്ട്ണർഷിപ്പിലൊക്കെ ബെനഫിഷ്യറി ആയിട്ട് തുടരാം. അതേപോലെ തന്നെ മൈനർക്ക് നെസസറീസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ നെസസറീസിന്റെ പേയ്മെന്റ് മേജർ ആയി കഴിഞ്ഞാൽ റീഇംബേഴ്സ് ചെയ്യണം എന്നുള്ളത് നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള വകുപ്പാണ്. അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന്, പേഴ്സണലി ലയബിൾ അല്ല, പക്ഷെ അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ നെസസറീസിന് വേണ്ടി ചെലവായ പൈസ നമ്മൾക്ക് സ്വീകരിക്കാം. അതായത് എ എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ വീട്ടിൽ അത്യാവശ്യം നല്ല പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയുടെ രക്ഷിതാക്കള് ആ കുട്ടിക്ക് 18 വയസ്സാവുന്നതിന് മുന്നേ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. ഇവരുടെ ഒരു നൈബർ ബി എന്ന് പറയുന്ന നൈബർ ഈ കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം സപ്ലൈ ചെയ്തു മേജർ ആകുന്നത് വരെ. ആവശ്യമുള്ളത് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്, ആ കുട്ടികളുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. അപ്പൊ ചില ആൾക്കാർക്ക് കാറ് പോലും നെസസറി ആയി വരാം. അപ്പൊ അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, വിദ്യാഭ്യാസത്തിനോ ആരോഗ്യപരമായിട്ടോ അവർക്ക് അത്യാവശ്യമായി വേണ്ടി വരുന്ന വസ്തുക്കളെല്ലാം ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ നെയ്ബർ സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ കുട്ടിക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ എല്ലാ പ്രോപ്പർട്ടീസും കൈകാര്യം ചെയ്യാനുള്ള അവകാശം അവർക്ക് ലഭിക്കും. ആ സമയത്ത് അവരുടെ പ്രോപ്പർട്ടി വിറ്റിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസിൽ നിന്നോ എടുത്ത് ഈ നെസസറീസ് സപ്ലൈ ചെയ്ത ആൾക്ക് കൊടുക്കണം. അത് മൈനറുടെ ബാധ്യതയാണ്. അതല്ലാതെ വേറൊരൊറ്റ എഗ്രിമെന്റിലും മൈനർക്ക് യാതൊരു ബാധ്യതയില്ല. നമ്മളൊരു മൈനർക്ക് 50,000 രൂപ അവൻ കടം ചോദിച്ചു, നമ്മൾ കടം കൊടുത്തു എന്ന് വിചാരിക്കാം. അവൻ തിരിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം മൈനർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കണം എന്നുള്ള ബാധ്യത മൈനർക്കില്ല. ഹീസ് ഫ്രീ ഫ്രം പേഴ്സണൽ ലയബിലിറ്റീസ്. അപ്പൊ മൈനേഴ്സുമായി എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നെസസറീസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടും. അത് അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നാണ്, പ്രോപ്പർട്ടിക്ക് മുകളിലാണ് നമ്മൾക്ക് റൈറ്റ്സ്. അതല്ലാതെ അത് ആ കുട്ടിയുടെ പേഴ്സണൽ ലയബിലിറ്റി അല്ല. അപ്പൊ മൈനർ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, ഓരോ എഗ്രിമെന്റിലും മൈനറുടെ ലീഗൽ പൊസിഷനും മൈനറുടെ റൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. മൈനർ ക്യാൻ പ്ലീഡ് ഹിസ് മൈനോറിറ്റി, നമ്മളത് കൃത്യമായി പഠിക്കുന്നതാണ്. ദെൻ അടുത്ത ടോപ്പിക്കിൽ എന്താ വരുന്നത്, കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ. ഇപ്പൊ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു, ഒരു കോൺട്രാക്ട് വാലിഡ് കോൺട്രാക്ട് ആവണമെങ്കിൽ അവിടെ ലീഗൽ കൺസിഡറേഷൻ വേണം. അപ്പൊ വിത്തൗട്ട് കൺസിഡറേഷൻ ദർ ഈസ് നോ കോൺട്രാക്ട്, അതാണ് ജനറൽ റൂള്. പക്ഷെ ആ റൂളിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റിനും കോടതിക്ക് മുന്നിൽ വാലിഡിറ്റി കിട്ടും. ന്യൂഡം പാക്റ്റം എന്നാണ് നമ്മൾ അതിനെ പറയാം. കൺസിഡറേഷൻ, അതായത് നോ കൺസിഡറേഷൻ കോൺട്രാക്ട് ഉണ്ടല്ലോ, കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ, ന്യൂഡം പാക്റ്റം, അതായത് നേക്കഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ ന്യൂഡം പാക്റ്റം എന്നുള്ള പ്രിൻസിപ്പിളിലാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ കോൺട്രാക്റ്റില് കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് വാലിഡ് ആണ്. എങ്ങനെയുള്ള കോൺട്രാക്ട്സ് ആണ്? കോൺട്രാക്ട്സ് മെയ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, നോർമൽ സ്നേഹബന്ധങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചില കോൺട്രാക്റ്റുകൾ ഉണ്ട്. അവിടെ കൺസിഡറേഷൻ പ്രോപ്പറായി കൊടുത്തുകൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ ജ്യേഷ്ഠ സഹോദരൻ നമ്മൾക്കൊരു വീട്, ആക്ച്വലി അതിനൊരു 20 ലക്ഷം രൂപയൊക്കെ വരും, പക്ഷെ നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് തന്നു എന്ന് വിചാരിക്കുക, രജിസ്റ്റർ ചെയ്തു. അവിടെ പ്രോപ്പർ കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവില്ല. കാരണം അവിടെ എങ്ങനെയാണ് ആ കോൺട്രാക്ട് രൂപീകരിച്ചിട്ടുള്ളത്? ബേസ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതേപോലെ തന്നെ ചില സർവീസുകൾ വളണ്ടറി സർവീസ് ആണെങ്കിൽ,
ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണാതായി എന്നുള്ള ഒരു പരസ്യം നമ്മൾ കാണുകയാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ റോഡിലൂടെ നടന്ന് പോകുന്നത് കാണുമ്പോൾ നമ്മൾ ആ കുട്ടിയെ ഫ്രണ്ട്ലി ആയിട്ട് സമീപിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിക്കുന്നു. ആരും നമ്മളോട് പറഞ്ഞിട്ടല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു. അതിന് പ്രതിഫലം ചോദിക്കാനുള്ള അവകാശം നമ്മൾക്കില്ല. അവരെന്തെങ്കിലും തരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതല്ല, പ്രതിഫലേച്ഛയോടുകൂടിയാണ് അവരെന്തെങ്കിലും ഡിക്ലറേഷൻ ഒക്കെ നടത്തിയത് കണ്ട് വായിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം വാങ്ങാം. അതല്ലാതെ വളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് പ്രതിഫലമില്ലെങ്കിലും അത് വാലിഡ് കോൺട്രാക്ട് ആണ്. ദെൻ പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്. ചില കാലാവധി കഴിഞ്ഞ കടങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ലിമിറ്റേഷൻ ആക്ട് പ്രകാരമൊക്കെ ചില കടങ്ങൾക്കൊക്കെ നമ്മൾ 3 വർഷമൊക്കെ ലിമിറ്റേഷൻ പീരീഡ് ആയിട്ടൊക്കെ ഫിക്സ് ചെയ്യും. അപ്പൊ ആ കാലാവധി കഴിഞ്ഞിട്ട് ഒരു ഡെപ്റ്റ് കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ബാഡ് ഡെപ്റ്റ് ആക്കി എന്ന് വിചാരിക്കാം. അപ്പൊ ആ ബാഡ് ഡെപ്റ്റ് പിന്നീട് ആ ഡെപ്റ്റർ പറയാണ് അതിന്റെ ഒരു ഭാഗം ഞാൻ തിരിച്ചു തരാം എന്ന് പറയാണ്. അപ്പൊ മുഴുവനായും തരുന്നില്ല, കുറച്ച് ഭാഗം തിരിച്ചു തരാം എന്ന് പ്രോമിസ് ചെയ്യാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ അത് ബാഡ് ഡെപ്റ്റ് ആയി എഴുതി തള്ളിയതാണ്, പക്ഷെ അത് അവര് പ്രോമിസ് നൽകുന്നു. അപ്പൊ അതിന് ലീഗൽ വാലിഡിറ്റി കിട്ടും. പാർഷ്യൽ കൺസിഡറേഷൻ ആണ് അവിടെ കിട്ടുന്നുള്ളൂ കേട്ടോ, എങ്കിൽ കൂടി വാലിഡ് ആണ്. പിന്നെ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്, നമ്മൾ സമ്മാനങ്ങളായി കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മൾ സമ്മാനമായി നൽകുന്നതിന് എന്തില്ല, പ്രോപ്പർ കൺസിഡറേഷൻ വേണ്ട. ഒരാൾ സമ്മാനം തന്നതിന് നമ്മൾ അതിന്റെ വില തിരിച്ചു കൊടുക്കണമെന്നില്ല. പിന്നെ ഏജൻസി, കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ പ്രത്യേകത തന്നെ അത് ആണ്. പ്രിൻസിപ്പൽ ഏജന്റിന് കൺസിഡറേഷൻ കൊടുത്തുകൊള്ളണമെന്ന് നിയമമില്ല. പിന്നെ വരുന്നത് ഏതാ, 2 സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി വേഴ്സസ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അപ്പൊ എന്താണ് ആ സ്പെഷ്യൽ കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കീഴിൽ വരുന്ന സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് എന്താണ്, 2 പാർട്ടീസ് തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടാണ്. ഇതില് ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം ഞാൻ നികത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും, അങ്ങനെ 2 വ്യക്തികൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കരാറാണ് ഇൻഡെംനിറ്റി. ആക്ച്വൽ ലോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു, റീഇംബേഴ്സ് ചെയ്തു കൊടുക്കുന്നു. അതൊരു പ്രൈമറി ലയബിലിറ്റിയാണ്. ഇനി ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അവിടെ 3 പേരാണ്, 3 വ്യക്തികൾ വരുന്നുണ്ട്. ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റർ ഉണ്ടായിരിക്കും, ഒരു ഷുവർട്ടിയും ഉണ്ടാവും. അവിടെ എന്താ പറയുന്നത്, ഒരു വ്യക്തി ഗ്യാരണ്ടി നിൽക്കുകയാണ്, ഉറപ്പ് നൽകാണ്. എയും ബിയും, എ ബിയിൽ നിന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. അപ്പൊ സി എന്ന് പറയുന്ന ഒരാൾ പറയാണ് ബിയോട്, ഈ 1 ലക്ഷം രൂപ എ തന്നിട്ടില്ലെങ്കിൽ പകരം ഞാൻ തരാം. അതായത് അവന്റെ കടത്തിന് ഞാൻ ജാമ്യം നിൽക്കുന്നു. അങ്ങനെ 3 വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന കരാറാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഇവിടെ ഷുവർട്ടി, ജാമ്യം നിൽക്കുന്ന ആളുടെ ലയബിലിറ്റി എങ്ങനെയാണ്, സെക്കൻഡറി ലയബിലിറ്റിയാണ്. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കാണ് കടം വീട്ടാനുള്ള ബാധ്യത. ബൈ ചാൻസ് അയാൾ കടം വീട്ടിയിട്ടില്ലെങ്കിൽ പകരം ഞാൻ തരാം എന്ന് ഷുവർട്ടി പറയുന്ന എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അപ്പൊ ഈ ഷുവർട്ടിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് അവകാശങ്ങളുമുണ്ട്. കാരണം ഡെപ്റ്റർ കടം അടച്ചിട്ടില്ലെങ്കിൽ പകരം ആരടയ്ക്കണം, നമ്മുടെ ഷുവർട്ടിയാണ് അത് അടയ്ക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ഷുവർട്ടിയുടെ അവകാശങ്ങൾ? ഷുവർട്ടിക്കുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെതിരെ കുറെ അവകാശങ്ങളുണ്ട്. ദെൻ ക്രെഡിറ്റർക്കെതിരെ കുറെ അവകാശങ്ങളുണ്ട്. കോ ഷുവർട്ടീസ്, നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരാളൊന്നാവില്ല ജാമ്യം ചെയ്ത് നിന്നിട്ടുണ്ടാവുക, 2 3 പേരൊക്കെ ജാമ്യമായിട്ട് നിന്നിട്ടുണ്ടാവും. അപ്പൊ ആ കോ ഷുവർട്ടീസിനെതിരെയും നമ്മൾക്ക് ചില അവകാശങ്ങളുണ്ട്. ഡെപ്റ്റർക്കെതിരെയുള്ള അവകാശം എന്താണ്, ഇൻഡെംനിറ്റി. അതായത് ഡെപ്റ്റർ പൈസ അടച്ചില്ല എന്ന് വിചാരിക്കാം, പകരം നമ്മൾ ആ പൈസ അടച്ചു, പിന്നീട് ആ പൈസ നമ്മൾക്ക് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന്. ക്രെഡിറ്റർക്ക് നമ്മൾ കൊടുക്കും, എന്നിട്ട് ഈ ഡെപ്റ്ററുടെ ബാധ്യത ഒഴിവാക്കും. പക്ഷെ നമ്മൾ അടച്ച പൈസ ഡെപ്റ്ററിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ട്. അതാണ് ഇൻഡെംനിറ്റി. ക്രെഡിറ്റർക്കെതിരെയുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് സബ്രോഗേഷൻ. സബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ വേർഡ് മീനിങ്
സ്റ്റെപ്പ് ഇൻ ടു അനദർ ഷൂസ് എന്നാണ്. അതായത് വേറൊരാളുടെ ഷൂ നമ്മൾക്ക് ഇടാനുള്ള അവകാശം. ദാറ്റ് മീൻസ് വേറൊരാൾക്കുള്ള അവകാശം നമ്മുടെ അവകാശമായി മാറുന്നു. അതെങ്ങനെയാണ്? ഇപ്പൊ ABC ആ കേസ് നമ്മൾ പറഞ്ഞു. അവിടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുക്കേണ്ട പൈസ അയാൾ 1,00,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അപ്പൊ 50,000 രൂപ അയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷുവർട്ടി ഇയാൾ ഡിഫാൾട്ട് വരുത്തി എന്ന് പറഞ്ഞപ്പോ ഈ 1,00,000 രൂപയും കൊണ്ടേ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യം കൊടുത്ത 50,000 ഷുവർട്ടിക്ക് തിരിച്ചു കിട്ടണം. കാരണം അതുവരെ അത് നമ്മുടെ ക്രെഡിറ്ററുടെ റൈറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ആ റൈറ്റ് എന്താണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഷുവർട്ടി അയാളുടെ ഗോൾഡ് ഒക്കെ പ്ലഡ്ജ് ചെയ്തിട്ടായിരിക്കും ലോൺ എടുത്തിട്ടുണ്ടാവാം. അപ്പൊ ആ ഗോൾഡ് എന്ന് പറയുന്ന സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്നുണ്ട്. പേയ്മെന്റ് കൊടുത്തത് ആരാ? ഷുവർട്ടിയാണ്. അപ്പൊ ഈ ഗോൾഡ് തിരിച്ചു കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മളുടെ ഷുവർട്ടിക്കുണ്ട്. അതാണ് സബ്രോഗേഷൻ. അതുവരെ അതിന്റെ അവകാശം ക്രെഡിറ്റർക്കായിരുന്നു. ഡെപ്റ്ററാണ് പണം അടച്ചിരുന്നതെങ്കിൽ അതിന്റെ അവകാശം ഡെപ്റ്റർക്ക് കിട്ടും. പക്ഷെ ഷുവർട്ടി പൈസ അടച്ചത് കാരണം ആ സെക്യൂരിറ്റി ആർക്ക് വാങ്ങിക്കാം? നമ്മളുടെ ഡെപ്റ്റർക്ക് അല്ല കിട്ടുന്നത്, ഷുവർട്ടിക്ക് വാങ്ങിക്കാം. പിന്നീട് ഡെപ്റ്റർ പൈസ കൊടുക്കുമ്പോൾ ഷുവർട്ടി അത് ആർക്ക് കൊടുക്കും? ഡെപ്റ്റർക്ക് തന്നെ കൊടുക്കും. പിന്നെ കോ ഷുവർട്ടീസിനെതിരെയുള്ള അവകാശം എന്താണ്? ഇപ്പൊ കേസ് പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇപ്പൊ 4 പേര് ചേർന്നാണ് 1,00,000 രൂപയ്ക്ക് ജാമ്യം നിന്നത് എന്ന് വിചാരിക്കാം. ഒരാൾക്ക് എത്ര രൂപയുടെ ബാധ്യതയുള്ളൂ? 25,000ന്റെ ബാധ്യതയുള്ളൂ. പക്ഷെ കേസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ 1,00,000 രൂപയും ഒരുമിച്ച് അവർക്ക് അടച്ചു കൊടുത്തു. അപ്പൊ ബാക്കി 3 പേരും തരാനുള്ള 25,000 വീതം, ആ 75,000 തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശം, അതായത് കോ ഷുവർട്ടീസിന്റെ അടുത്ത് നിന്ന് പിരിച്ചെടുക്കാനുള്ള അവകാശം നമ്മളുടെ ജാമ്യക്കാരനുണ്ട്. അങ്ങനെ കുറെ അവകാശങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇനി അടുത്ത 2 കോൺട്രാക്റ്റുകൾ നമ്മൾ നോക്കുകയാണ്. കോൺട്രാക്ട് ഓഫ് സെയിലും എഗ്രിമെന്റ് ടു സെല്ലും. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വേണം, കോൺട്രാക്ട് ഓഫ് സെയിലില് എന്താണ്? ഗുഡ്സ്. അതേപോലെ തന്നെ സെയിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിൽ ആരൊക്കെ പാർട്ടീസ് ആണുള്ളത്? അതായത് സെല്ലർ, ബയർ, അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് പഠിച്ചതൊക്കെ ഓർമ്മ വേണം. ഇനി എന്താണ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി. പർച്ചേസ് നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈറ്റില്, ആ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശവും അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഒരു ബാഗ് 1000 രൂപയ്ക്ക് ബാഗ് അങ്ങോട്ട് കൊടുത്തു, 1000 രൂപ ഇങ്ങോട്ട് വാങ്ങി. ബാഗിന്റെ ഉടമസ്ഥാവകാശം വാങ്ങിച്ച ആൾക്ക് കിട്ടി. ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ് കോൺട്രാക്ട് ഓഫ് സെയിൽ അല്ലെങ്കിൽ സെയിൽ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. എന്നാൽ എഗ്രിമെന്റ് ടു സെൽ ആണെങ്കിലോ വിൽക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടേ ഉള്ളൂ, വിറ്റിട്ടില്ല. അപ്പൊ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡേറ്റിലാണ്, സബ്ജക്ട് ടു സം കണ്ടീഷൻസ്. അതായത് അവര് തരാനുള്ള പേയ്മെന്റ് കൃത്യമായി തന്നാൽ, നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചാൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നൽകാം എന്ന് നമ്മൾ പറയുന്ന ഒരു എഗ്രിമെന്റ് മാത്രമാണ് എഗ്രിമെന്റ് ടു സെൽ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ അവിടെ അൺപെയ്ഡ് സെല്ലറുടെ അവകാശങ്ങളൊക്കെ ഓർമ്മ വേണം. നമ്മൾക്ക് ആ പ്രോപ്പർട്ടി പിടിച്ചു വെക്കാൻ റൈറ്റ് ഓഫ് ലീൻ ഒക്കെ നമ്മൾ അവിടെ പറയാറുണ്ട്. പിന്നെ വരുന്നത് ഏതാ? അടുത്തത് കാവേറ്റ് എംറ്റർ ആണ്. കാവേറ്റ് എംറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ബയർ ബിവയർ എന്നാണ്. ലെറ്റ് ദ ബയർ ബിവയർ. ഏതാണ്? നമ്മൾക്ക് ബയർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതും ബയറാണ്. അതല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു, എന്നിട്ട് വീട്ടിലെത്തിയ ആ പ്രൊഡക്റ്റ് കേടാണെന്ന് മനസ്സിലായി, അപ്പോൾ നമ്മൾ സെല്ലറെ ചെന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പൈസ കൊടുത്ത് പ്രൊഡക്റ്റ് അവകാശം, അതിൻ്റെ ആ ടൈറ്റിൽ വാങ്ങുന്നത് വരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ബയർ ശ്രദ്ധിക്കണം. എന്താണോ നമ്മൾക്ക് അതിനെക്കുറിച്ച് സംശയമുള്ളത് അത് നമ്മൾ ആരോട് ചോദിച്ച് മനസ്സിലാക്കണം? സെല്ലറോട്. പക്ഷേ ഏത് നിയമം പഠിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം പഠിക്കാറുണ്ട്, എവറി റൂൾ ഹാസ് എൻ എക്സെപ്ഷൻ.
അതേപോലെ തന്നെ ഈ കാവേറ്റ് എംപ്റ്റർ എന്ന് പറയുന്ന ആ ആശയത്തിനും ചില എക്സെപ്ഷനുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? ഫിറ്റ്നസ് ഫോർ പർപ്പസ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കടയിൽ വാങ്ങാൻ ചെന്നു, നമ്മൾ അയാളോട് നമ്മളുടെ ആവശ്യം പറഞ്ഞു, അതിന് വേണ്ട പ്രോഡക്റ്റ് എടുത്തു തരാൻ പറഞ്ഞു. അവര് ഒരു പ്രോഡക്റ്റ് തന്നു, പക്ഷെ നമ്മൾ അത് കൊണ്ടുപോയപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് പറ്റുന്നതല്ല. അത് ബയറുടെ കുറ്റമല്ല, സെല്ലറുടെ കുറ്റമാണ്. അതേപോലെ തന്നെ മെർക്കന്റബിൾ ക്വാളിറ്റി, കൃത്യമായിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കണം നൽകേണ്ടത്. പിന്നെ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ഓർ സാമ്പിൾ. നമ്മളൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ആയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ചെന്നു, അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ എടുത്ത് ഉപയോഗിച്ച് നോക്കി സാറ്റിസ്ഫൈഡ് ആയിട്ട് സാമ്പിളിനെ ബേസ് ചെയ്ത് ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷെ പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ സാമ്പിളിനെ പോലെ അല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത പ്രോഡക്റ്റ് അല്ല നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ബയർ ശ്രദ്ധിച്ചില്ല എന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ ട്രേഡ് യൂസേജ്, അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നോർമൽ ട്രേഡ് യൂസേജിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ സെല്ലറെ വിശ്വസിക്കുകയാണ്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഉബേരിമേ ഫിഡേ എന്നൊക്കെയുള്ള പ്രിൻസിപ്പിൾസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു കടയിലേക്ക് ചെല്ലുന്നു, ആ സെല്ലറോട് നമ്മുടെ കസ്റ്റമർ പറയാണ്, എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ നിങ്ങളെ പരിപൂർണമായും വിശ്വസിച്ചാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നല്ല പ്രോഡക്റ്റ് എടുത്തു കൊടുക്കേണ്ടത് നമ്മളുടെ സെല്ലറുടെ ബാധ്യതയാണ്. അപ്പോൾ നോർമലി നമ്മൾ ലെറ്റ് ദ ബയർ ബിവെയർ എന്നാണ് പറയുക എങ്കിൽ കൂടി ചില കേസുകളിൽ സെല്ലർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. പിന്നെ വരുന്നത് ഏതാ? ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ്. ഇപ്പൊ നമ്മള് സെയിൽസിന്റെ ഒക്കെ കാര്യങ്ങളിൽ പറഞ്ഞു, ഓരോ കോൺട്രാക്ട് ഓഫ് സെയിലിന് എന്തൊക്കെയാണ് അതിന്റെ എസെൻഷ്യൽസ് ഒക്കെ നമ്മൾക്കറിയാം. അപ്പൊ എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഗുഡ്സിന്റെ ഡെലിവറി നടത്തുന്നത്? ആക്ച്വലി ഫിസിക്കൽ ഡെലിവറി ഓഫ് പ്രോഡക്ട്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ചില സമയത്ത് സിംബോളിക് ഡെലിവറി നടത്താറുണ്ട്. അപ്പൊ ഡെലിവറി എങ്ങനെയൊക്കെയാ പറയുന്നത്? ആക്ച്വൽ, സിംബോളിക് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 10 ബുക്ക് നമ്മൾ വാങ്ങിച്ചു, ആ 10 ബുക്ക് നമ്മൾക്ക് തന്നു. അല്ലെങ്കിൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, വാഷിംഗ് മെഷീൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഡെലിവറി, ആക്ച്വൽ ഡെലിവറി. സിംബോളിക് ഡെലിവറി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് നൽകുന്നതിന് പകരമായി ഇപ്പോ അതിന്റെ താക്കോലൊക്കെ കൊടുക്കില്ലേ? ഇപ്പൊ ഒരു ഫ്ലാറ്റ് ആണ് നമ്മൾ നൽകുന്നത്, അതിന് പകരം എന്ത് കൊടുക്കുന്നു? അതിന്റെ താക്കോൽ, അല്ലാതെ ആ ഫ്ലാറ്റ് അല്ല എടുത്ത് കയ്യിൽ കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡെലിവറി കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ പ്രത്യേകത, നമ്മൾ ഡെലിവറി ഓഫ് ഗുഡ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്ലേസ്, ടൈം, എക്സ്പെൻസസ്, പാർട്ട് ഡെലിവറി ആൻഡ് ഇൻസ്റ്റാൾമെന്റ്സ്. അതിന്റെ റൂൾസ് നമ്മൾ കൃത്യമായി പാലിച്ചിരിക്കണം. ഇനി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ പോർഷൻ കഴിഞ്ഞ് അടുത്ത സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിലേക്ക് നമ്മൾ പോവാണ്, ബെയിൽമെന്റ്. ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി നമ്മൾ വസ്തുക്കൾ വേറൊരാൾക്ക് കൈമാറുന്നു. കൈമാറുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും ഇത് റിട്ടേൺ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിനാണ് കൊടുക്കുന്നത്, കുറെ ഡയറക്ഷൻസ് കൊടുക്കും, അതിനനുസരിച്ച് ആ കാര്യം പെർഫോം ചെയ്ത് ആ പ്രൊഡക്റ്റ് തിരിച്ച് നമ്മൾക്ക് തന്നെ റിട്ടേൺ ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ ഇറ്റ് റിക്വയേഴ്സ് ഡെലിവറി, പർപ്പസ് ആൻഡ് റിട്ടേൺ. അങ്ങനെ റിട്ടേൺ ചെയ്യണം എന്ന് മാത്രമല്ല, ഈ പ്രൊഡക്റ്റിന്റെ പൊസഷൻ മാത്രമേ നമ്മൾ കൈമാറുന്നുള്ളൂ, കൈവശാവകാശം. അതല്ലാതെ അതിന്റെ ഓണർഷിപ്പ് കൈമാറുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാവരും ബെയിൽമെന്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ കൊടുക്കുന്ന എക്സാമ്പിൾ ആണ് നമ്മൾ ഡ്രസ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക. ഡ്രസ്സിന്റെ മെറ്റീരിയൽ കൊണ്ടേ കൊടുക്കും, അതിന്റെ അളവ് കൊടുക്കും, എങ്ങനെയൊക്കെയാണ് തുന്നേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും, എന്നാണ് നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുക എന്ന് ചോദിക്കും. പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ സ്റ്റിച്ചിങ് ചാർജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും, പ്രോഡക്റ്റ് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യും. അതാണ് ബെയിൽമെന്റിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ ബെയിൽമെന്റ് 2 തരത്തിലുണ്ട്, ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റും അതേപോലെ തന്നെ നോൺ ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റും. പ്രതിഫലം പ്രതീക്ഷിച്ച് നൽകുന്ന ബെയിൽമെന്റും
പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ബെയിൽമെന്റുകൾ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള ആൾക്കാരെ എവിടേക്കെങ്കിലും ടൂർ പോവാണ്, അപ്പൊ 2 ദിവസം അവരുടെ വാല്യുബിൾസ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാണ്. അപ്പോൾ അവര് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെടുത്ത് അവർക്ക് തന്നെ കൊടുക്കും. നമ്മൾ പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. അതേസമയം ഈ ബെയിൽമെന്റിൽ ഏർപ്പെടുന്ന 2 പേര്, ബെയിലർ ആൻഡ് ബെയിലി, അവർക്ക് കുറെ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ബെയിൽമെന്റിനെ ഏൽപ്പിച്ച വസ്തുക്കളിൽ എന്തെങ്കിലും അക്രീഷൻ, വർധനവുണ്ടായി കഴിഞ്ഞാൽ ബെയിലർ അത് ബെയിലിക്ക് കൃത്യമായി തിരിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും ബെയിലിയുടെ പ്രോഡക്ട്സ് നമ്മുടെ സ്വന്തം പ്രോഡക്ട്സുമായി കൂട്ടിക്കലർത്താൻ പാടില്ല. നല്ല കെയറോടുകൂടി നമ്മൾ ആ സംരക്ഷിക്കണം. ആ പ്രോഡക്ട്സ് നമ്മൾ കൃത്യമായി പരിരക്ഷിക്കണം. എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടാവാൻ സാധ്യത വരുമ്പോൾ, നഷ്ടസാധ്യത വരുമ്പോൾ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ കുറെ ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി, അത് കൃത്യമായി നോക്കണം. ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലൂടെ വരണം. പിന്നെ അടുത്തത് കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ മീനിങ് നമ്മൾ ഏജൻസി ബൈ റാറ്റിഫിക്കേഷനിലൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ പാർട്ട്നേഴ്സിനും എല്ലാ കേസിലും, മൈനറുടെ കേസിലൊക്കെ വരുന്നുണ്ട് റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ എന്ന വേർഡിന്റെ മീനിങ് സബ്സീക്വന്റ് അപ്രൂവൽ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിനെ പിന്നീട് ഓതറൈസ് ചെയ്യുന്നു. അതുവരെ അതിന് ഓതറൈസേഷൻ ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് നമ്മൾ അതിനെ ഓതറൈസ് ചെയ്യുമ്പോഴാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയാം. സബ്സീക്വന്റ് അപ്രൂവൽ ഓഫ് അൺഓതറൈസ്ഡ് ആക്ട് ബൈ ദ പ്രിൻസിപ്പൽ, മേക്കിംഗ് ദം വാലിഡ് ഫ്രം ദ ബിഗിനിങ്. അപ്പൊ തുടക്കത്തിൽ ഇവരിത് ചെയ്യുമ്പോൾ, നമ്മുടെ ഏജന്റ് ആ കാര്യം ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ ചിലപ്പോൾ അറിഞ്ഞിട്ടും കൂടെ ഉണ്ടാവില്ല. അതാണ് അൺഓതറൈസ്ഡ് ആക്ട്. പ്രിൻസിപ്പൽ ഓതറൈസ് ചെയ്ത ആക്ട് ഒന്നും ആവില്ല നമ്മുടെ ഏജന്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് പ്രിൻസിപ്പൽ അത് എന്ത് ചെയ്യാണ്? എനിക്ക് വേണ്ടിയാണ് അവൻ അത് ചെയ്തത് എന്ന് പറഞ്ഞ് റാറ്റിഫൈ ചെയ്യുന്നു, ന്യായീകരിക്കുന്നു. അങ്ങനെയുള്ള ഏജൻസി കോൺട്രാക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. അപ്പൊ അതിന് വാലിഡിറ്റി ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കം മുതൽ അവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും വാലിഡിറ്റി കിട്ടും. പിന്നെ വരുന്നത് ഏതാ? ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്, അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ കോൺട്രാക്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റിനെ നമ്മൾ പല ബേസുകളിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ, on the basis of execution, on the basis of enforceability. ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പിന്നെ പാർട്ടീസ് ഒക്കെ പറയാറുണ്ട് കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് പാർട്ടീസ്, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ പെർഫോമൻസ് ഒക്കെ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ ബൈ ക്രിയേഷൻ, രൂപീകരണത്തിനെ അടിസ്ഥാനമാക്കി ഫോർമേഷൻ എന്നൊക്കെ എഴുതാം. ഫോർമേഷനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ്? 3 ടൈപ്പ് കോൺട്രാക്ട്: എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട് ആൻഡ് ക്വാസി കോൺട്രാക്ട്. എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ക്ലിയർലി റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സ്, കൃത്യമായ വാക്കുകളിൽ എഴുതിയതോ നമ്മൾ പരസ്പരം പറഞ്ഞോ രൂപീകരിക്കുന്ന കരാറുകളാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. അവിടെ സംശയത്തിനുള്ള ഒരു ഇടയേ വരുന്നില്ല. എന്നാൽ ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൃത്യമായി പരസ്പരം വാക്കുകളിലൂടെ പറയുകയോ എഴുതി തയ്യാറാക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. പകരം സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾക്ക് അറിയാം ഇതിന്റെ മുൻപേ എങ്ങനെയായിരിക്കും ഇതെന്ന് നമ്മൾക്ക് അറിയുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബസ്സിൽ നമ്മൾ കയറുന്ന സമയത്ത് ടിക്കറ്റ് എടുത്താൽ ആ സ്റ്റോപ്പിൽ പോയി ഇറങ്ങാൻ നമുക്ക് അറിയുന്നതാണ്. അല്ലാതെ നമ്മളോട് ആരും അവിടെ പറയുകയോ അല്ലെങ്കിൽ ഇത് നിങ്ങളെ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ് എന്ന് എഴുതി വെക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇംപ്ലൈഡ്. ക്വാസി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കരാറിൽ രൂപീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഒന്നും ആവില്ല. ബൈ ചാൻസ് നമ്മൾ ഒരു കരാറിൽ അതിന്റെ ഭാഗമായി മാറുന്നു, നിയമപ്രകാരമുള്ള ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നോർമൽ നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ വേണ്ടിയോ ഒക്കെ ചില കരാറുകളുടെ ഭാഗമായി നമ്മൾ മാറാറുണ്ട്. ഇപ്പൊ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പേഴ്സ് കിട്ടി, അതിൽ കുറെ വാലിഡ് കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ
യഥാർത്ഥ ഓണറെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന നിർബന്ധപൂർവം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ കരാറുകളിൽ ഏർപ്പെടുന്ന കരാറാണ് ക്വാസി കോൺട്രാക്ട്. പിന്നെ എക്സിക്യൂഷൻ, നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് രണ്ട് ടൈപ്പ്, എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി. എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി ഹാപ്പൻഡ്. കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും അവർക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളും, അതായത് രണ്ടുപേരും അവനവന്റെ കടമകൾ പൂർണ്ണമായും നിർവഹിച്ചിട്ടുള്ള കരാറുകളാണ് എക്സിക്യൂട്ടഡ്. അത് നടപ്പിലായി കഴിഞ്ഞു. എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ബാധ്യത നിർവഹിച്ചിട്ടുണ്ടാവില്ല, നടപ്പാക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. അത് രണ്ട് രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ. യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു പാർട്ടിയുടെ ഡ്യൂട്ടി പെൻഡിങ് ആയിരിക്കും. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും റെസ്പോൺസിബിലിറ്റീസ് പെൻഡിങ് ആയിരിക്കും. പിന്നെ എൻഫോഴ്സിബിലിറ്റിയെ അടിസ്ഥാനമാക്കി നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? വോയിഡ്, വോയിഡബിൾ, ഇല്ലീഗൽ, അൺഎൻഫോഴ്സിബിൾ. വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 10 പറയുന്ന 10 എസെൻഷ്യൽ എലമെന്റ്സുമുള്ള നിയമത്തിന് മുന്നിൽ ഫുൾ വാലിഡിറ്റി ഉള്ള കരാറിനെയാണ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂലെസ് ആണ്, കോടതിക്ക് മുന്നിൽ എൻഫോഴ്സിബിലിറ്റി കിട്ടില്ല, കാരണം എസെൻഷ്യൽ എലമെന്റ്സ് ഒന്നും അവിടെ ഫുള്ളായിട്ട് പ്രസന്റ് ആയിരിക്കില്ല. വോയിഡബിൾ എന്ന് പറയുമ്പോൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി ഇറ്റ് മേ ബി വാലിഡ് ഓർ വോയിഡ്. ചില കരാറുകളിൽ അതിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് ചിലപ്പോൾ വാലിഡിറ്റി കിട്ടിയേക്കാം എന്നുള്ള കരാർ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കരാറ്, അതിലെ സമ്മതം അവരെ ഭീഷണിപ്പെടുത്തി കിട്ടിയ സമ്മതമാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ കൺസെന്റ് കൊയേഴ്സൺ മൂലം ഉണ്ടായതാണ് എന്ന് അഗ്രീഡ് പാർട്ടി തുറന്നു പറയാത്തിടത്തോളം കാലം ആ കോൺട്രാക്ട് വാലിഡ് ആണ്. ഇവരത് തുറന്ന് പറയുമ്പോൾ അതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ വാലിഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസിഷൻ ഓഫ് ദാറ്റ് അഗ്രീഡ് പാർട്ടി. അപ്പൊ വില നഷ്ടപ്പെട്ടേക്കാൻ സാധ്യതയുള്ള കരാറുകളെയാണ് നമ്മൾ എന്ത് പറയാം? വോയിഡബിൾ. ഇനി ഇല്ലീഗൽ കോൺട്രാക്ട് ഉണ്ട്. ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം നിരോധിച്ച കരാറുകൾ. നിയമപ്രകാരം ആ കാര്യം ചെയ്യുന്നത് കുറ്റകരമായിരിക്കും നമ്മുടെ നാട്ടില്. അത്തരം സബ്ജക്ട് മാറ്ററിന് വേണ്ടി രൂപീകരിക്കുന്നതാണ് ഇല്ലീഗൽ. അത് വോയിഡ് അബ് ഇനീഷ്യോ ആണ്, തുടക്കം മുതലേ വിലയില്ലാത്ത കരാറാണ് ഇല്ലീഗൽ. പിന്നെ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ആണ്. ഇത് നോർമലി ഗുഡ് കോൺട്രാക്ട് ആയിരിക്കും രൂപീകരിക്കുമ്പോഴൊക്കെ, നമ്മുടെ ഉത്തമ വിശ്വാസത്തിൽ അത് വാലിഡ് കോൺട്രാക്ട് തന്നെയാവും. പക്ഷെ ചില ടെക്നിക്കൽ ഡിഫക്റ്റ് ഒക്കെ കാരണം കോടതിക്ക് മുന്നിൽ അതിന് എൻഫോഴ്സിബിലിറ്റി കിട്ടില്ല. അത്തരം കരാറുകളാണ് അൺഎൻഫോഴ്സിബിൾ. നിയമത്തിന് മുന്നിൽ നമ്മൾക്ക് അത് വാലിഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ വാലിഡിറ്റി കിട്ടില്ല. ദെൻ സ്റ്റാമ്പ് ഒട്ടിക്കണം എന്നുള്ളതിനെ പ്രോപ്പർ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ വാലിഡിറ്റി കിട്ടില്ല. അങ്ങനെയുള്ള ടെക്നിക്കൽ എറേഴ്സ് മൂലം വാലിഡ് ആണ് എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതാണ് അൺഎൻഫോഴ്സിബിൾ. ഇനി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം C=O+A, ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ്. അപ്പൊ എന്താണ് ഓഫർ? എന്തൊക്കെ തരത്തിലുള്ള ഓഫറുകൾ ഉണ്ട്? ക്രോസ് ഓഫർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം നമ്മൾ സെയിം ഓഫർ വെക്കുകയാണെങ്കിൽ അതാണ് ക്രോസ് ഓഫർ, പരസ്പരം അറിയാതെ ആയിരിക്കും. സ്റ്റാൻഡിങ് ഓഫർ. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഓഫർ റിമെയിൻ സ്റ്റിൽ ഓർ റിമെയിൻ വാലിഡ് ഫോർ എ ലോങ് പീരിയഡ്. കുറച്ച് കാലത്തേക്ക് വാലിഡായി കണ്ടിന്യൂസ് ആയി നിലനിൽക്കുന്ന ഓഫറാണ് സ്റ്റാൻഡിങ് ഓഫർ. ഇപ്പൊ നമ്മൾ ഒരു വർഷത്തേക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞൊരു ഓഫർ, നമ്മൾക്ക് ടെൻഡർ ഒക്കെ കിട്ടുന്നു, കൊട്ടേഷൻ ഫിക്സ് ചെയ്യുന്നു, അങ്ങനെ ഒരു വർഷത്തേക്ക് അപ്പൊ അതിന്റെ കാലാവധി ഉണ്ട്. പിന്നെ ജനറൽ ഓഫർ, സ്വീകരിക്കുന്ന ആർക്കും അല്ലെങ്കിൽ ആ ഓഫർ കാണുന്ന ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഓപ്പൺ ഓഫറാണ്. ആർക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം. അതാണ് ജനറൽ ഓഫർ. ഇപ്പൊ തുണിക്കടകളിലൊക്കെ 50% ഡിസ്കൗണ്ട്, ആ കടയിൽ ആര് ചെല്ലുന്നു അവർക്ക് ആ 50% കിട്ടും. ഇംപ്ലൈഡ് ഓഫർ. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തില്ല, അവിടെ കൃത്യമായി പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് അതിൽ ഇംപ്ലൈഡ് ആണ്. ഇപ്പോ ഇന്ന് ഇവിടെ വരുന്നവർക്കെല്ലാം ഫ്രീ മീലാണ് എന്ന് അറിയുമെങ്കിൽ അവിടെ ഒരാൾ വരുമ്പോൾ നീ എന്തിനാ വന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഇംപ്ലൈഡ്. അങ്ങനെ ചില ഓഫറുകൾ ഇംപ്ലൈഡ് ആയിട്ട് നമ്മൾ നൽകാറുണ്ട്.
അപ്പോ ആക്സെപ്റ്റൻസ് കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. സ്പെസിഫിക് ഓഫർ ഉണ്ട്, ചില ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫുൾ A+ കിട്ടിയവർക്ക് 500 രൂപ ഫീസിൽ ഇളവ്. അപ്പൊ ഫുൾ A+കാർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ജനറൽ ഓഫർ ഒന്നും അങ്ങനെയല്ല. പിന്നെ ചില സമയങ്ങളിൽ കൗണ്ടർ ഓഫറുകൾ ഉണ്ടാവാറുണ്ട്. കൗണ്ടർ ഓഫർ ഉണ്ടാകുമ്പോൾ ഒറിജിനൽ ഓഫർ ലാപ്സ് ആവും. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ് എന്റെ വീട് നിനക്ക് 10 ലക്ഷം രൂപയ്ക്ക് തരാം. അപ്പൊ അയാൾ നമ്മളോട് തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ് 8 ലക്ഷത്തിന് തരൂ. അപ്പൊ ഒരു ഓഫറിന് മറുപടിയായി കിട്ടിയത് ഒരു കൗണ്ടർ ഓഫറാണ്. അപ്പൊ അവിടെ ഒറിജിനൽ ഓഫർ ലാപ്സ് ആവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർമ്മിക്കണം. ദെൻ അടുത്തത് എന്താ വരുന്നത്? കൊയേർഷൻ വേഴ്സസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. നമ്മൾ ആ ഫ്രീ കൺസെന്റ് പറഞ്ഞ സമയത്ത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു അല്ലെ? ഏതൊക്കെ സാഹചര്യത്തിലാണ് പാർട്ടീസിന് സ്വതന്ത്ര സമ്മതമില്ലാത്തത്? കൊയേർഷൻ, സമ്മർദ്ദതന്ത്രം, IPC നിരോധിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് സമ്മതം വാങ്ങുന്നതാണ് കൊയേർഷൻ. അതായത് ത്രെറ്റണിങ്, ഫോഴ്സ് ആണ് അവിടെ, സമ്മർദ്ദം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് വന്നാൽ എന്താ? ഒരു റിലേഷൻ, രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ആ റിലേഷനിൽ ഒരാൾ ഡൊമിനന്റ് ആയിരിക്കും. ആ ഡൊമിനൻസി ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ആളോട് ഇയാള് സ്വാധീനം ചെലുത്തുകയാണ്. നീ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ, അപ്പൊ ഭീഷണി, കൊയേർഷനിലൊക്കെ ആണെങ്കിൽ കൊല്ലും തല്ലും എന്നൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ മാനേജരും അവിടുത്തെ സ്വീപ്പറും തമ്മിലൊക്കെയുള്ള റിലേഷൻ ആവും. നീ ഇതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ ജോലി കളയുന്നോ, അങ്ങനെ എന്തെങ്കിലും അയാളുടെ അധികാരം ഉപയോഗിച്ച് ഇവരെ സ്വാധീനിച്ച് സമ്മതം വാങ്ങുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഡൊമിനന്റ് പൊസിഷൻ ഉപയോഗിച്ച് അൺഫെയർ അഡ്വാൻറ്റേജ് നേടിയെടുക്കാം. ഇതൊക്കെ എന്താണ്? ഫ്രീ കൺസെന്റ് വയലേറ്റ് ചെയ്യുന്ന കേസുകളാണ്. അപ്പൊ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ നമ്മൾക്ക് ആ ഡൊമിനൻസി പ്രൂവ് ചെയ്യാൻ കഴിയണം. അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പാരന്റ് അതോറിറ്റി, പാരന്റ്സും കുട്ടികളും തമ്മിൽ, അതേപോലെ ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന കേസുകളൊക്കെ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതാണ്. പിന്നെ അടുത്ത ടോപ്പിക് ഏതാ? പബ്ലിക് പോളിസി. പബ്ലിക് പോളിസി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എഗ്രിമെന്റ്സ് ഒപ്പോസ്ഡ് ടു പബ്ലിക് വെൽഫെയർ. പൊതുജന താല്പര്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറെ എഗ്രിമെന്റുകൾ. ആ എഗ്രിമെന്റുകൾ ഒന്നും എന്തല്ല? വാലിഡ് അല്ല. ഒരുപാട് എഗ്രിമെന്റ്സ് ഉണ്ട്. എഗ്രിമെന്റ്സ് എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി എന്ന് പറയുമ്പോൾ അതിലെല്ലാതൊന്നും നമ്മൾ പറയുന്നില്ല, കുറച്ചെണ്ണേ പറയുന്നുള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രധാനമായി ഓർമ്മിക്കേണ്ടത് സച്ച് എഗ്രിമെന്റ്സ് ആർ വോയിഡ്. ഇതിന് എന്ത് കിട്ടില്ല? കോടതിക്ക് മുന്നിൽ വില കിട്ടില്ല. അതിൽ ഏതൊക്കെയാ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? റെസ്ട്രെയിന്റ് ഓഫ് മാരേജ്, ഒരു വ്യക്തിയുടെ വിവാഹ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഫോം ചെയ്യുന്ന എഗ്രിമെന്റുകൾ. ഇപ്പോ ഒരു വ്യക്തിയോട് നമ്മൾ പറയാണ് നീ ഇന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അവർക്ക് അവരുടെ സമ്മതം, സ്വതന്ത്ര സമ്മതം അല്ല. ആ രീതിയിൽ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല. വിവാഹമൊക്കെ അവനവന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ളതായിരിക്കണം. അതേപോലെ തന്നെ റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്, വ്യാപാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ നീ ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരാളെ കൊണ്ട് കട മൂടിക്കാനെന്നുള്ള അവകാശം ആർക്കുമില്ല. അപ്പൊ വ്യാപാര സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത്. പിന്നെ ലീഗൽ പ്രൊസീഡിങ്സ്, നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരം എഗ്രിമെന്റുകൾ. അതിൽ നമ്മൾ പ്രോസിക്യൂഷനൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിചാരണയോ അല്ലെങ്കിൽ നിയമ നടപടികളെയൊക്കെ തടസ്സപ്പെടുത്തുന്ന എഗ്രിമെന്റുകളൊക്കെ വോയിഡ് ആണ്. അതേപോലെ തന്നെ ഷാമ്പർട്ടി ആൻഡ് മെയിൻ്റനൻസ്, ഒരാളോട് നീ അയാൾക്കെതിരെ പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 5000 രൂപ തരാം, അങ്ങനെയൊന്നുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എഗ്രിമെന്റുകളിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ആചാര മര്യാദകളെയോ അല്ലെങ്കിൽ നമ്മളുടെ അഖണ്ഡ ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള എഗ്രിമെന്റുകളിലോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഏർപ്പെടാൻ പാടില്ല. പിന്നെ കറപ്ഷൻ, എന്തെങ്കിലും അഴിമതി നടത്താൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്, അതൊന്നും വാലിഡ് അല്ല. അപ്പൊ എഗ്രിമെന്റ്സ് എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ആർ വോയിഡ്, വാല്യൂലെസ് ആണ്. പിന്നെ വരുന്നത് ഏതാ? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ്. കരാർ ലംഘനം നടത്തിയാൽ
ഒരു വ്യക്തിക്ക് എന്തായാലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. അവർക്ക് കിട്ടുന്ന പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺട്രാക്ട് രൂപീകരിക്കുമ്പോൾ കോൺട്രാക്ടർക്കും കോൺട്രാക്റ്റിക്കും കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്ന് അവർ പിന്മാറുന്നത് അല്ലെങ്കിൽ അത് അവർ സക്സസ് ആവാതെ കംപ്ലീറ്റ് ആവാത്തതാണ് ബ്രീച്ച് എന്ന് പറയുന്നത്. അതിനുള്ള റെമഡീസ് എന്തൊക്കെയാ പറയുന്നത്? റെമഡി ഫോർ ഡാമേജ്, നമ്മൾക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കാം. പലതരം നഷ്ടപരിഹാരങ്ങളുണ്ട്. നോർമൽ ഡാമേജ്, വിൻഡിക്റ്റീവ് ഡാമേജ്, വെറുതെ പെനാൽറ്റി പോലെ കൊടുക്കുന്നത്, നോമിനൽ ഡാമേജ്, പല ടൈപ്പ് ഡാമേജുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ സ്പെസിഫിക് പെർഫോമൻസ്, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട, നിങ്ങൾ തന്നെ ആ പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ കേസ് കൊടുക്കാം. ഇപ്പൊ പേഴ്സണൽ പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, ഇപ്പൊ ഗാനമേളൊക്കെ ഏൽപ്പിച്ചതാണെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ വേറൊരു ദിവസം വന്ന് നടത്തിയാൽ മതി, ആ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്പെസിഫിക് പെർഫോമൻസ്. പിന്നെ ഇൻജങ്ഷൻ ആണ്. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോർട്ട് ഓർഡർ ആണ്. ഇനിയുള്ള തുടർ നടപടികൾ നിർത്തിവെക്കാനൊക്കെ വേണ്ടി നമ്മൾ കോടതിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഓർഡർ, ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യാം. റെസഷൻ, ക്യാൻസൽ ചെയ്യാം. നമ്മൾക്ക് ഈ കരാറ് വേണ്ട എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാം. നഷ്ടപരിഹാരം വേണമെങ്കിൽ കേസ് കൊടുക്കാം. പിന്നെ റെമഡി അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, എത്ര വർക്ക് ചെയ്തു അതിനുള്ള പ്രതിഫലം വാങ്ങിച്ച് നമ്മൾക്ക് കരാർ അവസാനിപ്പിക്കാം. ഇപ്പോ 5 നില ബിൽഡിംഗ് കെട്ടാനാണ് കരാർ കൊടുത്തത്, 5 കോടിയാണ് റെമ്യൂണറേഷൻ. 3 നില നമ്മൾ കെട്ടിക്കഴിഞ്ഞു, പക്ഷെ ഇയാളുടെ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മൾക്ക് നമ്മൾ ചെയ്ത ജോലിക്കുള്ള പേയ്മെന്റ് വാങ്ങാൻ കേസ് കൊടുക്കാം. 3 നിലയുടെ പണി കഴിഞ്ഞു, അപ്പൊ 3 കോടി. ആ 3 കോടി കിട്ടാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് ആക്ച്വൽ ലോസ് ഒക്കെ, ആക്ച്വൽ പെർഫോമൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളിലെ അത് അപ്ലിക്കബിൾ ആവുള്ളൂ. പിന്നെ വരുന്നത് ഇതാ പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ. പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമ്മൾക്കറിയാം. മിനിമം 2 പേര്, മാക്സിമം 10 അല്ലെങ്കിൽ സ്പെഷ്യൽ ബിസിനസ്സുകളിൽ അതിന്റെ ലിമിറ്റ് അനുസരിച്ചു ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുന്ന ബിസിനസ് ഫോമാണ് പാർട്ട്ണർഷിപ്പ്. അവിടെ എല്ലാ പാർട്ട്നേഴ്സിനും തുല്യ അവകാശമാണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള ചുമതലകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്, അതിന്റെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ് അതിന്റെ ഏറ്റവും മാഗ്ന കാർട്ട അല്ലെങ്കിൽ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് നമ്മൾ അടച്ചു പൂട്ടുന്നത്? മിനിമം നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 പേരാണ് മിനിമം. ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10, അതർ ബിസിനസ് ആണെങ്കിൽ 20, അങ്ങനെയൊക്കെയാണ് അതിന്റെ ലിമിറ്റ്സ് വരുന്നത്. അപ്പോ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയുക? ഒന്ന്, ബൈ എഗ്രിമെന്റ്. എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇത് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു പരസ്പര ധാരണയോടെ തീരുമാനത്തിൽ എത്തിയിട്ട് പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നോട്ടീസ്, നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ടീസ് നൽകുന്നു. പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ട് അവസാനിപ്പിക്കാം. ദെൻ ഇൻസോൾവൻസി, ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ പാർട്ട്ണർമാരോ ഇൻസോൾവന്റ് ആയി കഴിഞ്ഞാൽ ആ എഗ്രിമെന്റിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾക്ക് ആ പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കാം. ദെൻ എക്സ്പയറി, ഒരു പെർട്ടിക്കുലർ പീരിയഡിനാണ് നമ്മൾ അത് രൂപീകരിച്ചിട്ടുള്ളത് എങ്കിൽ ആ പീരിയഡ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ചെയ്യാം. ദെൻ കംപ്ലീഷൻ ഓഫ് വെഞ്ചർ, എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ വേണ്ടിയാണ്, ഇപ്പൊ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് രൂപീകരിച്ചതെന്ന് വിചാരിക്കാം. ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് നമ്മൾക്ക് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഡെത്ത്, പാർട്ട്നേഴ്സ് മരിച്ചു പോകുമ്പോൾ, ഓർ കോർട്ട് ഓർഡർ, നിർബന്ധമായും പാർട്ട്ണർഷിപ്പ് അടയ്ക്കണം. എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവും, ഇല്ലീഗൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ നടക്കുന്നു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ഓർഡർ വരും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കാം. അപ്പൊ ബിസിനസ് ലോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലോ എന്ന് പറയുമ്പോൾ അതിലെ കുറച്ച്, അതായത് നമ്മളിങ്ങനെ ഏറ്റവും ഷോർട്ട് ആയിട്ടാണ് ഇത് പറയുന്നത്. ഒരു ബേർഡ്സ് വ്യൂ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് നമ്മൾ ഒരു ഒറ്റനോട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായി ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ്സ് ഒക്കെ നോക്കി പഠിക്കുക. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കി പോവുക. റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. All the best.